തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടത്തിനടുത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമിൽ അതും താഴെ 2 ബെഡ്റൂം മുകളിൽ 3 ബെഡ്റൂം വരുന്ന 1 കോടി ബജറ്റിനുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ മൊത്തത്തിൽ ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും പിന്നെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫുള്ളി നാച്ചുറൽ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. കൂടാതെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ ഇവിടെ തൂണ് വരുന്നില്ല, ക്യാൻലിവറാണ്. അതുകൊണ്ട് എത്ര വലിയ വണ്ടി സുഖമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് വളച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ആയിട്ട് കിണറുണ്ട്. അതുകൂടാതെ വാട്ടർ കണക്ഷൻ എടുത്തു തരുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ക്ലാഡിങ് എല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ്, ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചയിലേക്ക് വരാം. ഇവിടെ ഫ്രണ്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. അകത്തേക്ക് 4x2 സൈസുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് കാർ പോർച്ചിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഭാഗത്തും ഫുള്ളായിട്ടും നാച്ചുറൽ സ്റ്റോൺ തന്നെ കാണുന്നത്. അവിടെ 2-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈ ടൈൽ തന്നെയാണ്. ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു TV യൂണിറ്റ് സിറ്റിംഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു വേറൊരു ടോൺ കളർ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് 2 വിൻഡോസ് TV 2 ഭാഗത്തായിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ആരെയും വരുവാണെങ്കിൽ നമുക്ക് തന്നെ വിസിബിലിറ്റി ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതാണ് വേറെ പ്രത്യേകത. ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. DB നോക്കുകയാണെങ്കിൽ അകമേ ഫുൾ MCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന സ്നൈഡർ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയ കാഴ്ചയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഫ്ലോയറിൻ്റെ മുകളിലായിട്ടും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള ബ്രാൻഡ് ടൈൽസ് തന്നെയാണ്. എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. കോളർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പ് ആണെങ്കിൽ നമ്മൾ കൈ വയ്ക്കുകയാണെങ്കിൽ സെൻസറാണ്, വെള്ളം വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫുള്ള് WPC പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് പോലുള്ള മെറ്റീരിയലാണ്. അതുകൂടാതെ ഇവിടെ ആയിട്ട് മൾട്ടി പർപ്പസ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഫേബർ എന്ന ബ്രാൻഡാണ്. സ്വിച്ചസ് എല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പ്രോ ലിഫ്റ്റ് വിൻഡോ കാണാം. കൂടാതെ തന്നെ അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇവിടെ നോക്കുകയാണെങ്കിലും ബ്രാൻഡ് ടൈൽസ് തന്നെയാണ്. അതിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. ഡൈവർട്ടറി യൂസ് ചെയ്തിട്ടുണ്ട്. വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നല്ലൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചാണ് ഈ ഒരു വാഷ്റൂം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് വരുവാണെങ്കിൽ ഡ്യുവൽ ടോണാണ്, ഒരു ലൈറ്റ് ബ്ലൂ തീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഒരു ഭിത്തിയിലെല്ലാം ഒരു സിംഗിൾ ടോണല്ല, ഡ്യുവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് വരുന്ന ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു വോളിലായിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. അത് WPC പാനലാണ് മുകളിൽ. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്ത് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം. റൂം നോക്കുകയാണെങ്കിൽ ഇതും 4x2 സൈസുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഡ്യുവൽ ടോണാണ് വരുന്നത്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയോട്ട് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വാർ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ 3 ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടാതെ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റാകായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിലും ഒരു ഡ്യുവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഫുള്ളായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് അപ്പർ ലോഞ്ചിലേക്ക് വരുവാണെങ്കിൽ വിശാലമായി കിടക്കുന്ന അപ്പർ ലോഞ്ചാണ്. ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ആണ്. ഡ്യുവൽ ടോൺ കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു TV കൊണ്ട് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ബെഡ്റൂം കൂടാതെ ഒരു ബാൽക്കണിയും ഗസീബോയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്ന ഈ ഫോയറിലേക്ക് വരുന്നത് ബാൽക്കണിയിലേക്കാണ്. ഈ ബാൽക്കണിയിലെ തൊട്ടടുത്തതിൻ്റെ ഗസീബോ സ്പേസും ഉണ്ട്.
ഈ ഒരു ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഹൈറ്റ് കുറച്ചിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും അതിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ മുന്നിലായിട്ടും ചെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കൊടുത്തിരിക്കുന്നു, ചെടികളെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ മൂന്നാം ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെയും താഴെ കണ്ടത് പോലെ തന്നെയാണ് ഫുള്ളി സീലിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെ ജാഗ്വറും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും വോൾ മൗണ്ട് തന്നെയാണ്. അത് തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം. ഇവിടെയും ഫോൾ സീലിംഗ് വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വർ സെറ തന്നെയാണ്. സെറയുടെ വോൾ മൗണ്ട് ക്ലോസറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്, കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനുള്ളത് അഞ്ചാമത്തെ ബെഡ്റൂമാണ്. അഞ്ചാമത്തെ ബെഡ്റൂം ഈ കാണുന്ന ഭാഗത്താണ് വരുന്നത്, പക്ഷേ അതിന് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നില്ല. ഒരു ഗസ്റ്റ് ബെഡ്റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം അങ്ങനെ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ മുകളിലേക്കുള്ള ഒരു അപ്സ്റ്റെയറിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഈ റൂമിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിൽ സ്റ്റഡി റൂം അല്ലെങ്കിൽ റീഡിംഗ് റൂം വേണ്ട, ഒരു ഹോം തിയേറ്റർ ആക്കണമെങ്കിൽ അതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് എല്ലാം കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് സ്ക്രീൻ കൊടുത്തുകൊണ്ട് ഒരു ഹോം തിയേറ്റർ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് വരാം. ഓപ്പൺ ടെറസിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റെയർ കേഴ്സിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിൻ്റെ റൂഫ് ടോപ്പ് ഏരിയയിലാണ്. എൻ്റെ പുറകിലായിട്ട് കാണുന്നത് കാര്യവട്ടം ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അത്രയും അടുത്തായിട്ട് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ 2050 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും കൂടാതെ ബ്രാൻഡഡ് മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന 1 കോടി ബജറ്റിനുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്